പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ ഓഫീസിലിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ ASI അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, മാഡത്തിനെ ആണെങ്കിൽ സാറ് വിളിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മൾ നന്ദു ചോദിക്കുന്നുണ്ട്, ഇയാൾ എന്തിനാ എന്നെ എപ്പോഴും വിളിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ASI പറയും, എനിക്കറിയത്തില്ല മാഡം എന്നിങ്ങനെ പറയും. എന്നിട്ട് നമ്മൾ ASI പറയും, മാഡം ഞാൻ ഒരു കാര്യം പറയാം, പക്ഷേ മാഡത്തിന് എൻ്റെ അടുത്തൊന്നും തോന്നരുത്. പിന്നെ ഇത് കണക്ക് ആ മൂർത്തി ജ്വല്ലറിയിലെ പയ്യൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരല്ലേ എന്ന് പറയണേന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നന്ദു പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞാലും അവൻ ഇങ്ങോട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് CI സാറിന് ഇഷ്ടപ്പെടത്തില്ല, അത് പിന്നെ വലിയ പ്രശ്നമാകുമെന്ന് പറയുമ്പം നമ്മൾ നന്ദു ചോദിക്കുന്നുണ്ട്, അത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്തിനാണ് അയാൾ ഇടപെടുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ പറയുന്നുണ്ട്, അത് എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ മാഡത്തിനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, അത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതേ ഉള്ളെന്ന് പറയും. എന്നിട്ട് നമ്മൾ നന്ദുനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ വലിയ ഉദ്യോഗസ്ഥനല്ലേ, നന്ദിനെയും കാട്ടിയുള്ള മേളിലുള്ള ഉദ്യോഗസ്ഥനല്ലേ, അപ്പോൾ നമ്മൾ പോയല്ലേ പറ്റത്തുള്ളൂ. നന്ദു അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് നന്ദു സല്യൂട്ട് കാണിക്കുമ്പോൾ പിന്നെ നമ്മളെ സാറ് പറയുന്നുണ്ട്, വേണ്ട എപ്പോഴും എപ്പോഴും എന്തിനാ സല്യൂട്ട് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ നന്ദു പറയും, അല്ല ഇപ്പോൾ ഡ്യൂട്ടി ടൈം അല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞ് നന്ദോട് ഇരിക്കുന്നുണ്ട്. കേട്ടോ നമ്മൾ നന്ദു ഇരിക്കുന്ന സമയത്ത് സാറങ്ങ് എണീക്കും കേട്ടോ. എണീറ്റിട്ട് ഇങ്ങനെ ഒരു സൈഡ് ചരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ സൈഡിൽ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ തോന്നുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു ഇങ്ങനെ അതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അയാൾ പറയുന്നുണ്ട്, അത് ഒന്നും പറയേണ്ട കാര്യമില്ല, അത് നന്ദു ഇങ്ങനെ മനസ്സിൽ കണ്ടാൽ മതി, മനസ്സിൽ കാണുന്നത് ഞാൻ വിചാരിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളെ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ പ്രേമിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ കാരണവന്മാരത്തല്ലേ പറയണ്ടേ. ആ സ്ഥാനത്ത് ഞാൻ വന്ന് നന്ദുവിൻ്റെ വീട്ടിൽ പറഞ്ഞെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളെ വിചാരം നന്ദുവിന് എന്തോ ഇയാൾക്ക് ഭയങ്കര പ്രേമമാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ CI സാറ് പറയുന്നുണ്ട്, എന്തായാലും എനിക്കൊരാൾക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് ഞാനാണ് തീരുമാനിക്കുന്നത്, അത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോയി ഞാൻ പറയും എനിക്കൊരാൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ അത് വന്ന് നടത്തി തരുമെന്നാണ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ നന്ദു ചോദിക്കുന്നുണ്ട്, എന്തായാലും ഇങ്ങനെ ഒരു ആലോചനയായിട്ട് സാറ് വീട്ടിൽ പോയ സമയത്ത് എൻ്റെ അടുത്തൊരു വാക്ക് ചോദിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ CI സാർ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യം എന്തുവാ, നമ്മളിപ്പോൾ കാരണന്മാരത്തിലേ പോയി സംസാരിക്കുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയും കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മളെ CI സാറാണെങ്കിൽ സാറിനെ അങ്ങ് പുകഴ്ത്തും. സാറ് പറയുന്നുണ്ട്, ഒരുപാട് പേര് എൻ്റെ പിറകെ പ്രേമമായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ അതിൽ ആരെ സെലക്ട് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനിപ്പം ഇതുവരെ ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം കഴിഞ്ഞൊരു ദിവസം ഇവിടെ എൻ്റെ ഒരു അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്കിളിൻ്റെ മോളും എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞൊക്കെ നടക്കുവാണ്, പക്ഷേ അതൊക്കെ അവരൊക്കെ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ, അതൊക്കെ വേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദുവിനെ പോലെ ഒരു കഴിവുള്ളൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനെയും കുറച്ച് പുകഴ്ത്തുകയാണ് അയാൾ. അങ്ങനെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെ നന്ദു പറയുന്നുണ്ട്, ഇപ്പം വിവാഹത്തിന് താല്പര്യമൊന്നും ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ പറയുന്നുണ്ട്, അപ്പം വിവാഹത്തിന് ഇപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഇത് ഉറപ്പിച്ച് വെക്കാമല്ലോ, അതാകുമ്പോഴത്തേക്ക് പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലല്ലോ, പിന്നെ ആരും ശല്യപ്പെടുത്താനൊക്കെ വരത്തില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നന്ദു പറയുന്നുണ്ട്, അതിന് എന്നെ ഇപ്പോൾ ആരും ശല്യപ്പെടുത്താനൊന്നും എൻ്റെ വരുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അയാളാണെങ്കിൽ ഉടനെ നമ്മളെ അനിയുടെ കാര്യം എടുത്തങ്ങ് ഇടുന്നുണ്ട് കേട്ടോ. നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കും, ആ മൂർത്തി ജ്വല്ലറിയിലെ ആ പയ്യനില്ലേ, ആ പയ്യൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയും അനിരുദ്ധൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും അനിരുദ്ധനല്ല, അവൻ അനുരാഗരുദ്ധൻ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, അവനെ ഇനി ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കയറ്റിയേക്കില്ലെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി മേലെ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ അവൻ ഇനി വിവരം അറിയുമെന്നൊക്കെ പറയും കേട്ടോ. നന്ദു പറയുന്നുണ്ട്, അവൻ അങ്ങനെ ആരെയും ശല്യം ചെയ്യുന്നൊരു സ്വഭാവം അല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾ പറയുന്നുണ്ട്, അത് നന്ദുവിന് മനസ്സിലാവാത്ത, എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മളെ നന്ദുവിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെ നന്ദു ആണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇയാൾ പറയുന്നുണ്ട്, നന്ദു പിന്നെ നമുക്ക് പാർക്കിൽ പോകണോ ബീച്ചിൽ പോകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നന്ദു പറയും, സാറേ നമ്മളിവിടുത്തെ CIയും SIയും ആണെന്ന് പറയും കേട്ടോ, അല്ലാതെ നമ്മൾ പ്രേമിച്ച് കറങ്ങി നടക്കേണ്ട ആൾക്കാരല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകാം, അതാകുമ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുവാണേ. അതാകുമ്പോഴത്തേക്ക് ആരും കാണത്തില്ലല്ലോ, അപ്പം നമുക്കിരുന്ന് അവിടെ നിന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ നന്ദു പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദു അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇയാളങ്ങ് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ ആണെങ്കിൽ കാണിക്കുന്ന നമ്മളെ ജാനകിയും ജലജയാണ് കേട്ടോ. നമ്മൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും അവൾക്ക് എന്തായാലും ചേരുന്നിടത്തുനിന്ന് തന്നെ കിട്ടിയെന്ന് പറയും കേട്ടോ. എന്തായാലും അവളെ എന്തായാലും അവൻ അവിടെ തളച്ചിട്ടോളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ജാനകി പറയും, അങ്ങനൊന്നും അവളവിടെ തളച്ച് കിടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളെ ജലജ പറയുന്നുണ്ട്, എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തായാലും നിൻ്റെ മോനെയും കാട്ടി നല്ലൊരു ആലോചന വന്നപ്പോഴത്തേക്ക് അവൾ എന്തായാലും അങ്ങോട്ട് ചാടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ തേച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നിൻ്റെ മോനിക്ക് വിവരം വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ രണ്ടുപേരും കൂടെ. ആ സമയത്താണെങ്കിലും നമ്മൾ അനിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ബൈക്കിൽ. ഈ സമയത്ത് നമ്മൾ അനിയുടെ മുഖത്ത് വലിയ വിഷമത്തോടെയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ജലജ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ നല്ല വിഷമത്തിലാണല്ലോ വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ അനി പറയുന്നുണ്ട്, അത് ഞാൻ കുറച്ച് നേരം വെയിലത്ത് നിന്നേ അതിൻ്റെ ആണെന്ന് പറയും. അങ്ങനെ നമ്മൾ ജലജ പറയുന്നുണ്ട്, അല്ല അതിൻ്റെ കാമുകി കൈവിട്ട് പോകുന്നതിൻ്റെ വിഷമമാണെന്ന് വിചാരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് കാമുകിയെന്ന് ചോദിക്കും. അപ്പം നമ്മൾ ജാനകി പറയും, ജലജ അവനിക്കൊന്നും മനസ്സിലായില്ല, അവനിക്ക് തെളിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ ജലജ പറയുന്നുണ്ട് നന്ദുവിന് ഇങ്ങനെ ഒരു കല്യാണ ആലോചനയൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഷോക്ക് ആവുന്നുണ്ട്. ജലജ പറയുന്നുണ്ട് അവരെന്തോ കല്യാണം നടത്താൻ പോവാണെന്നോ എന്തൊക്കെയോ അവർ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അനി പറയുന്നുണ്ട് എന്തോ പിന്നെ നന്ദുവിന് കല്യാണ ആലോചനയോ അതിന് അവളിപ്പോൾ സമ്മതിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജലജ പറയുന്നുണ്ട് അതൊക്കെ നീ അവിടെ ആലോചിച്ചുകൊണ്ടിരുന്നോ, അവർക്ക് നല്ലൊരു സംബന്ധം വന്നപ്പോൾ അവർ കല്യാണം നടത്താൻ വേണ്ടി ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നെയും കാട്ടി കഴിവുള്ള ഒരുത്തനെ കണ്ടപ്പോഴത്തേക്ക് അവൾ കാല് മാറിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ദിവസം അവൾ ഇങ്ങനെ കല്യാണക്കുറിയായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഡേറ്റിൽ പോയി കല്യാണത്തിന് പോയി സദ്യ കൊണ്ടിട്ട് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അനിക്കാണെങ്കിൽ ഒന്നാമത് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അന്ന് അപ്പച്ചി എന്ത് കാര്യം പറയുന്നോ ആ കാര്യം ഞാൻ അപ്പച്ചിക്ക് വേണ്ടി ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞിട്ട് അനിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ജാനകിയാണെങ്കിൽ പറയും അവൻ്റെ കോൺഫിഡൻസ് കണ്ടോയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ജലജ പറയുന്നുണ്ട് അത് അവൾ തേച്ചിട്ട് പോകുമ്പോൾ അവൻ പഠിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട് അവൻ എന്തായാലും വേണമെങ്കിൽ ഒരുപാട് സ്ത്രീധനം മേടിച്ച് വേറെ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജാനകി പറയും എനിക്കാണെങ്കിൽ അനാമിക മോളെയാണ് ഇഷ്ടമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിലാലോചിക്കുക എന്തായാലും ഒരിക്കലും അവൻ്റെ കല്യാണം നടക്കാതെ പോട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനിയാണെങ്കിൽ അകത്തോട്ട് കയറി വരുന്ന സമയത്ത് നയനെ അവിടെ നിന്ന് ഡിസൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. കൂടാണെങ്കിൽ ദേവ്യാനിയുണ്ട്. അങ്ങനെ അനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ കല്യാണ ആലോചനകളൊക്കെ നടക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നേ. അപ്പോഴത്തേക്ക് നയന പറയുന്നുണ്ട് ഇതിനൊക്കെ കല്യാണ ആലോചന വന്നിട്ടുണ്ട്, അമ്മയ്ക്കും അച്ഛനിക്കൊക്കെ അത് ഇഷ്ടപ്പെട്ട്, ഞങ്ങൾക്കും കുഴപ്പമില്ല, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ കല്യാണം നടത്തുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അനി ചോദിക്കുന്നുണ്ട് ഈ വിവാഹ ആലോചന കൊണ്ടുവന്നത് ഏട്ടനും കൂടെ ആണോ അതോ വലിയമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നയന പറയുന്നുണ്ട് ഞങ്ങളാരുമല്ല അവളെ കൂടെ ജോലി ചെയ്യുന്ന സി എ ആണ് ഈ ആലോചനയായിട്ട് വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ അപ്പോൾ അയാളുടെ മുഖം ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ അനി പറയുന്നുണ്ട് അയാൾക്ക് നല്ല പ്രായമുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദേവ്യാനി പറയുന്നത് പ്രായമോ 30 വയസ്സൊക്കെ കാണത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ദേവ്യാനി പറയുന്നുണ്ട് 30 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ, പക്ഷേ അപ്പം നന്ദുവിന് 22 വയസ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അനിയാണെങ്കിൽ നയനടുത്ത് ചോദിക്കുന്നുണ്ട് നയനേച്ചി കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട് ഞാൻ കണ്ടതൊന്നുമില്ല, അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് ഇങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങളും വിചാരിച്ച് ആ കല്യാണ ആലോചനയായിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചത് ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പം അനി ചോദിക്കുന്നുണ്ട് നന്ദുവിന് ഇഷ്ടമാണോ നന്ദുവിന്. അപ്പോഴത്തേക്ക് നയന പറയുന്നുണ്ട് നന്ദുവിന് ഇഷ്ടപ്പെടും, പെടാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ അനിക്കാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അനിയാണെങ്കിൽ പുറത്തോട്ട് പോകാൻ പോകുക കേട്ടോ. അപ്പോഴത്തേക്ക് ദേവ്യാനി ചോദിക്കുന്നുണ്ട് പോകാമെന്ന് ചോദിക്കും കേട്ടോ. അപ്പം അനി പറയുന്നുണ്ട് 3 ജ്വല്ലറി അല്ലേ എൻ്റെ തലയിലെടുത്ത് വെച്ച് തന്നിരിക്കുന്നത്, അപ്പോൾ അതൊക്കെ നോക്കണ്ടേ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയത്തില്ലേ ഞാനതൊന്നും നോക്കാതെ ഞാൻ കറങ്ങി നടക്കുകയെന്നൊക്കെ പറയുകയില്ലേ എന്ന് പറയും കേട്ടോ. അങ്ങനെ അനി പറയുന്നുണ്ട് ഒരു ദിവസം ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് അയാൾ എന്നെ അവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് വന്നു പോരുന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഓട്ടിച്ച് വിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് തറവാട് സ്വത്താണോ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഓട്ടിച്ച് വിട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അനിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന ദേവ്യാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇനി ഇവൻ പോലീസ് സ്റ്റേഷനിൽ വല്ലതും ആണോ പോയെന്ന് ചോദിക്കുമ്പം ദേവ്യാനി പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവം വെച്ച് മിക്കവാറും അങ്ങോട്ട് തന്നെയാണ് പോകാൻ ചാൻസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് ഓട്ടിച്ച് വിട്ടോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ദേവ്യാനി ആണെങ്കിൽ നയൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നന്ദുവിന് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നയന പറയുന്നുണ്ട് അവൾക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷേ അച്ഛനും അമ്മയ്ക്കും നല്ല താല്പര്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന പറയുന്നുണ്ട് എന്തായാലും ഈ വിവാഹം അങ്ങ് നടന്നു പോട്ടെ അമ്മ, അതല്ലേ ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നന്ദുവിനാണെങ്കിൽ കല്യാണത്തിന് ഒട്ടും താല്പര്യമൊന്നുമില്ല, പക്ഷേ നന്ദുവിൻ്റെ കല്യാണം നടത്തിയേ തീരത്തുള്ളൂ എന്ന് പറഞ്ഞ് തന്നെ നയനയും വീട്ടുകാർ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതിനുശേഷം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അനിയാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ പോയത്. അപ്പോൾ ദേവ്യാനി നയനയും ഉദ്ദേശിച്ച കണക്ക് തന്നെ അനി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ട്. അനിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുന്ന സമയത്താണെങ്കിൽ CI സാറ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ CI സാറിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പം അനിയടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും കംപ്ലയിൻറ്റ് തരാൻ വേണ്ടി വന്നതാണെന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ കംപ്ലയിൻറ്റ് തരാനൊന്നും വന്നതല്ല, എനിക്ക് ഇവിടുത്തെ SI ഒന്ന് കാണണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് CI സാർ പറയുന്നുണ്ട് നിൻ്റെ അടുത്ത് പലവട്ടവും പറഞ്ഞിട്ടുള്ളതല്ലേ, ആവശ്യമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ വരില്ലെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനി പറയുന്നുണ്ട് ഞാൻ ചുമ്മാ വന്നതൊന്നുമല്ല, എനിക്ക് ഞങ്ങളെ കുടുംബകാര്യം പറയാനുണ്ട്, കുടുംബത്തിലൊരു പ്രശ്നമുണ്ട്, അത് പറയാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ പുറത്ത് വെച്ചാണ് അതൊക്കെ സംസാരിക്കേണ്ടത്, അല്ലാതെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചല്ല സംസാരിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനി പറയുന്നുണ്ട് അതെന്താ സാറേ പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ പാടില്ലെന്ന് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്കും കുറച്ച് നിയമങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിൽ CI സാറാണെങ്കിൽ നല്ല ദേഷ്യം കയറി വരുന്നുണ്ട്. അയാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് എന്ത് നിയമം അവിടെ അറിയാവുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മൾ പറയുന്നുണ്ട് നിന്നെപ്പോലെ ഒരുത്തന്നെ ഇവിടെ
അവിടെയുള്ള പെൺപിള്ളേരെല്ലാം ശല്യം ചെയ്തുകൊണ്ട് നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുമല്ല സ്റ്റേഷനിലെ എസ് ഐ കയറി ശല്യം ചെയ്യുക പറയുമ്പോഴത്തേക്ക് അനി പറയുന്നുണ്ട് എസ് ഐ സാറിനെന്ന് ഞാൻ ഇവിടെ വരുന്നത് ശല്യമൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സാറിനത് മനസ്സിലാവാത്തതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിന്നെപ്പോലുള്ള ഞരമ്പ് രോഗികളെ ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഇവിടെ ഉടക്കുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മളെ നന്ദു അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നന്ദു അങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇവർ തമ്മിൽ സംസാരം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇയാൾ ഇങ്ങനെ അനി പറയുന്നുണ്ട് അത് ശരിയാ, ഒരു ഞരമ്പ് രോഗിക്ക് മറ്റൊരു ഞരമ്പ് രോഗിയെ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾ അനിയുടെ ചെവിക്കുറ്റി നോക്കി ഒരു അടിയാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ നന്ദു ഇതും കണ്ടുകൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നന്ദു അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കും ഇതെന്താ സാറേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് അത് അവൻ എന്നെ ഞരമ്പ് രോഗി എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ. നമ്മൾ അനി പറയുന്നുണ്ട് ഞാനല്ല സാറാണ് എന്നെ ആദ്യം വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇയാൾ പറയുന്നുണ്ട് ഇവനെന്ത് ഇവിടെ വന്ന് ഷോ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ അല്ലെങ്കിൽ നിന്നെ പിടിച്ച് അകത്തിടുമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മൾ അനിക്കാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ നന്ദുവിൻ്റെ മുഖത്ത് ഇങ്ങനെ ദേഷ്യത്തിലും സങ്കടത്തിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് നീ ആരെയാണോ ഇങ്ങനെ ദേഷ്യത്തിലൊക്കെ നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനിയടുത്ത് പറയും ഇറങ്ങി പോടാന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ അനിക്കാണെങ്കിൽ ഒരു വിഷമൊക്കെ വരുന്നുണ്ട്. അങ്ങോട്ട് നമ്മൾ അനിയാണെങ്കിൽ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അനി പോയ ശേഷമാണെങ്കിലും നമ്മളെ നന്ദി പറയുന്നുണ്ട് എന്തായാലും അവനെ കരണത്തടിക്കേണ്ട രീതിയിലുള്ള തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല എന്ന് പറയുവേ. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് നന്ദുവിന് മനസ്സിലാവാത്തതുകൊണ്ട് ആ നന്ദുവിനെ പോലുള്ളവരെ എസ് ഐ ഒന്നും ഇങ്ങനെയൊന്നും എല്ലാത്തിനും അനുവദിച്ച് കൊടുത്തുകൂടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതൊന്നും ഞാനിവിടെ സി എ ആയിട്ടിരിക്കുന്ന സമയത്തൊന്നും ഞാനൊന്നും ഇതിനെ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങാണെങ്കിൽ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മളെ നന്ദുവിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അയാളുടെ അടുത്ത്. നമ്മളെ എസ് ഐ നമ്മളെ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അത് സി ഐ സാറിന് മാഡത്തിൻ്റെ അടുത്ത് പ്രണയമാണെന്നൊക്കെ ഇങ്ങനെ തോന്നുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നന്ദു പറയുന്നു അത് തോന്നലൊന്നും അല്ല, അയാൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് കല്യാണമൊക്കെ ആലോചിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇയാൾ വായം തുറന്ന് നിൽക്കുവേ അതിപ്പോൾ സംഭവിച്ചെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട് അതൊക്കെ അയാളെ വേറെ ഒരു ആഗ്രഹം മാത്രമാണ്, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്ദു അങ്ങ് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അത് നമ്മൾ നന്ദു ആണെങ്കിൽ അകത്ത് പോയിട്ട് വിഷമിച്ചിരിക്കും കേട്ടോ. എന്തായാലും അയാൾ അനിയുടെ മുഖത്തടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അനിയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവർ കൈ അടിച്ചാൽ ഓടിച്ചേനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ എനിക്ക് പ്രതികരിക്കാനും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കും നമ്മളെ അനിയാണെങ്കിൽ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയി വിഷമിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മളെ നന്ദു ആണെങ്കിൽ അനിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ ദേഷ്യത്തിലാണ് ഫോൺ എടുത്തിട്ട് അനി ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ അയാൾ ഇത്രയും മൂപ്പിച്ച് വിട്ടിട്ട് എന്നെ അടിച്ചപ്പോൾ നിനക്ക് സമാധാനം ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനി എങ്ങനെ ഈ ഒരു പാടുമായിട്ട് എൻ്റെ വീട്ടിനകത്ത് ഞാൻ ചെന്ന് കയറുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് കല്യാണ ആലോചന വന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞൊക്കെ ഇങ്ങനെ അനി പറയാം. അപ്പോഴത്തേക്കും നമ്മൾ നന്ദു പറയുന്നുണ്ട് നമ്മൾ അനി പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു പാടുമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കയറുമ്പോഴത്തേക്ക് അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ വിഷമമാവത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നന്ദു പറയുന്നുണ്ട് എടാ എനിക്ക് നിന്നെ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ ചുമ്മാ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പം അപ്പോൾ നമ്മൾ അനി പറയുന്നുണ്ട് എന്തായാലും നീ അത് കണ്ടുകൊണ്ട് നിൽക്കുകയല്ലായിരുന്നു എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മൾ നന്ദു പറയടാ എനിക്ക് അയാളുടെ അടുത്ത് പ്രതികരിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അയാളടുത്ത് പ്രതികരിച്ചാൽ ഞാൻ ഇവിടുന്ന് പുറത്താടാ, ഞാൻ ഇവിടുത്തെ എസ് ഐ അല്ലേ, അയാൾ ഇവിടുത്തെ സി എ അല്ലേ, അപ്പം എന്നെ ഇവിടുന്ന് പുറത്താക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിനക്കത് അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അനിയാണെങ്കിൽ ദേഷിച്ച് ഫോണാൻ കട്ട് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ നന്ദു ആണെങ്കിൽ വിഷമിച്ച് സങ്കടത്തോടെ നിൽക്കും, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.